നമസ്കാരം, സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ഇന്ന് രാമായണ മാസം 29-ാം ദിനം. ശ്രീരാമൻ ഭാരത സംസ്കാരത്തിൻ്റെ ഉത്തമ പ്രതീകമാണ്. ലോകത്തെ ആനന്ദിപ്പിക്കുന്നതുകൊണ്ട് രാമൻ എന്നറിയപ്പെടുന്നു. ദുഃഖങ്ങളിൽ നിന്നും സുഖദായകമായ ആനന്ദത്തിലേക്ക് രാമൻ ലോകത്തെ നയിക്കുന്നു. നമസ്കാരം. ഇന്ന് കർക്കിടക മാസം 29-ാം തീയതി കൈലാസ സന്നിധിയിലുള്ള ഋഷഭാദ്രിയിൽ ഉള്ള മൃതസഞ്ജീവിനി കൊണ്ടുവരുന്നതിനു വേണ്ടി പോകുന്ന മാരുതിയെ തടസ്സപ്പെടുത്തുന്ന കാലനേമിയുടെ പുറപ്പാടാണ് നമ്മൾ ഇന്നലെ പാരായണം ചെയ്തത്. ഒരു സന്യാസിയുടെ വേഷത്തിൽ ഒരു ആശ്രമം ഉണ്ടാക്കി നിരവധി ശിഷ്യന്മാരോടുകൂടി ഇരിക്കുന്ന കാലനേമിയെ കണ്ടു വന്ദിച്ച ഹനുമാൻ കുളിക്കാൻ പോയപ്പോൾ അവിടെ വെച്ച് മകരി എന്നൊരു അസുര സ്ത്രീയെ കണ്ടു. അസുര സ്ത്രീയെ നിഗ്രഹിച്ചു. ആ ശരീരത്തിൽ നിന്നും ഒരു സുന്ദരിയായിട്ടുള്ള ദിവ്യരൂപം സ്വീകരിച്ചൊരു സ്ത്രീ ആകാശത്ത് വന്നു. ധന്യമാല്യ എന്ന ആ അപ്സര സ്ത്രീ രാവണനോട് മാരുതിയോട് പറഞ്ഞു, കാലനേമി നിന്നെ വഞ്ചിക്കുന്നതാണ് ചെയ്യുന്നത്. അതുകൊണ്ട് കാലനേമിയെ നിഗ്രഹിച്ച് നീ ഔഷധം കൊണ്ട് ലങ്കയിലെത്തണം എന്ന് നിർദ്ദേശിച്ചതനുസരിച്ച് കാലനേമിയെ നിഗ്രഹിച്ച് മൃതസഞ്ജീവിനി കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ഋഷഭാദ്രി തന്നെ പൊക്കിയെടുത്ത് ലങ്കയിൽ കൊണ്ടുവെത്തി. അവിടുന്ന് ആ ഔഷധത്തിൻ്റെ കാറ്റേറ്റ് വാനരന്മാരെല്ലാം ജീവിക്കുന്നതായിട്ടുള്ള രംഗം. അതിനുശേഷം പിറ്റേ ദിവസം ഇന്ദ്രജിത്ത് ഹോമം നടത്തിയപ്പോൾ അത് മുടക്കി. ആ ഇന്ദ്രജിത്തുമായിട്ടുള്ള യുദ്ധം, ഇന്ദ്രജിത്തിനെ ലക്ഷ്മണൻ വധിക്കുന്നതായിട്ടുള്ള രംഗം ഒക്കെ വർണ്ണിച്ചു. തൻ്റെ പുത്രനായിട്ടുള്ള ഇന്ദ്രജിത്ത് വധിക്കപ്പെട്ടതറിഞ്ഞ് വിലപിക്കുന്ന രാവണനും ശുകാചാര്യരുടെ നിർദ്ദേശപ്രകാരം ഹോമം നടത്തി. ആ ഹോമം കപിവരന്മാർ പോയി മുടക്കി. അതനുസരിച്ച് രാവണൻ പിറ്റേ ദിവസം രാമനുമായിട്ടുള്ള യുദ്ധത്തിന് ഒരുമ്പെട്ട് ആ രാവണ യുദ്ധമാണ് ഇന്ന് നമ്മൾ പാരായണം ചെയ്ത് അനുസ്മരിക്കുന്നത്. രാമ 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 രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം മനസാ സ്മരാമി. ഇത്തം പറഞ്ഞു യുദ്ധത്തിനൊരുമ്പെട്ടു ബദ്ധമോദം പുറപ്പെട്ടിതു രാവണൻ.
മൂലബലാദികൾ സങ്കരത്തിനു തൽക്കാലെ പുറപ്പെട്ടു വന്നിതു ഭൂതലെ. ലങ്കാധിപന്നു സഹായമായി വേഗേന സഖ്യയില്ലാതെ ചതുരംഗസേനയും 10 പടനായകന്മാരുമൊന്നിച്ചു 10 കഴുത്തനെ കൂപ്പി പുറപ്പെട്ടാർ. വാരിധി പോലെ പരന്നു വരുന്നതു മാരുതി മുമ്പാം. കപികൾ കണ്ടെത്രയും ഭീതി മുഴുത്തു വാങ്ങിയിടുന്നതു കണ്ടു നീതിമാനാകിയ രാമനും ചൊല്ലിനാൻ. വാനരവീരരെ, നിങ്ങളിവരോടു മാനം നടിച്ചു ചെന്നേൽക്കരുതാരുമേ. ഞാനിവരോടു പോർ ചെയ്തൊടുക്കിയിടുവാനാനന്ദമുൾക്കൊണ്ടു കണ്ടുകൊള്ളുകേവരും എന്നരുൾ ചെയ്തു നിശാചരസേനയിൽ ചെന്നു ചാടിയിടിനാനേകനാമീശ്വരൻ. ചാപബാണങ്ങളും കൈക്കൊണ്ടു രാഘവൻ കോപേന ബാണജാലങ്ങൾ തൂകിയിടിനാൻ. എത്ര നിശാചരരുണ്ടു വന്നേറ്റതിങ്ങത്ര രാമന്മാരുമുണ്ടെന്നതുപോലെ രാമമയമായി ചമഞ്ഞിതു സംഗ്രാമഭൂമിയുമെന്തൊരു വൈഭവമന്നേരം. എന്നോടു തന്നെ പൊരുന്നിതു രാഘവനെന്നു തോന്നി രജനീചരർക്കൊക്കവേ. 12 നാഴിക നേരമൊരുപോലെ യാതുധാനാവലിയോടു രഘുത്തമൻ. അസ്ത്രം പരീക്ഷിച്ച നേരമാർക്കും തത്ര ചിത്തെ തിരിച്ചറിയായതില്ലേതുമേ. വാസരരാത്രി നിശാചര വാനരമേദിനി വാരിധി ശൈലവനങ്ങളും ഭേദമില്ലാതെ ശരങ്ങൾ നിറഞ്ഞിതു മേധുരന്മാരായ രാക്ഷസവീരരും. ആനയും തേരും കുതിരയും കാലാളും വീണു മരിച്ചു നിറഞ്ഞിതു പോർക്കളം. കാളിയും കൂളികളും കബന്ധങ്ങളും കാളനിശീഥിനിയും പൈശാചങ്ങളും നായും നരിയും കഴുകുകൾ കാകങ്ങൾ പേയും പെരുത്തു ഭയങ്കരമാം വണ്ണം. രാമചാപത്തിൻ മണി തന്നിനാദവും വ്യോമമാർഗെ തുടരെ തുടരെ കേട്ടു. ദേവഗന്ധർവയക്ഷാപ്സരോ വൃന്ദവും ദേവമുനീന്ദ്രനാം നാരദനും തഥാ രാഘവൻ തന്നെ സ്തുതിച്ചു തുടങ്ങിനാർ. ആകാശചാരികളാനന്ദപൂർവകം 12 നാഴിക കൊണ്ടു നിശാചരർ മേദിനി തന്നിൽ വീണിടിനാരൊക്കവേ. മേഘത്തിനുള്ളിൽ നിന്നർക്കബിംബം പോലെ രാഘവൻ തന്നെയും കാണായിതന്നേരം. ലക്ഷ്മണൻ താനും വിഭീഷണനും പുനരർക്കതനയനും മാരുതപുത്രനും മറ്റുള്ള വാനരവീരരും വന്ദിച്ചു ചുറ്റും നിറഞ്ഞിതു രാഘവനന്നേരം.
മർക്കടനായകന്മാരോടരുൾ ചെയ്തിതി കണക്കെ യുദ്ധമാശു ചെയ്തിടുവാൻ. നാരായണനും പരമേശനുമൊഴിഞ്ഞാരുമില്ലെന്നു കേൾപ്പുണ്ടു ഞാൻ മുന്നമേ. രാക്ഷസരാജ്യം മുഴുവനതു നേരം രാക്ഷസ സ്ത്രീകൾ മുറവിളി കൂട്ടിനാർ. താതാ സഹോദര നന്ദന വല്ലഭ നാഥ നമുക്കവലംബമാരയ്യോ. വൃദ്ധയായേറ്റം വിരൂപയായുള്ളോരു നക്തഞ്ചരാധിപ സോദരി രാമനെ ശ്രദ്ധിച്ച കാരണമാപത്തിതൊക്കവേ വർദ്ധിച്ചു വന്നതു മറ്റില്ല കാരണം. ശൂർപ്പണഖയ്ക്കെന്തു കുറ്റമതിൽ പരം പേപ്പെരുമാളല്ലയോ ദശകന്ധരൻ. ജാനകിയെ കൊതിച്ചാശു കുലം മുടിച്ചാനൊരു മൂഢൻ മഹാപാപി രാവണൻ. അർദ്ധപ്രഹരമാത്രേണ ഖരാദിയെ യുദ്ധേ വധിച്ചതും വൃത്രാരിപുത്രനെ മൃത്യു വരുത്തി വാഴിച്ചു സുഗ്രീവനെ സത്വരം വാനരന്മാരെ അയച്ചതും. മാരുതി വന്നിവിടെ ചെയ്ത കർമ്മവും വാരിധിയിൽ ചിറകെട്ടിക്കടന്നതും കണ്ടിരിക്കെ നന്നു തോന്നുന്നതെത്രയുമുണ്ടോ വിചാരമാപത്തിങ്കലുണ്ടാവൂ. രാമ എന്ന നാമം 1000 നാമങ്ങൾക്ക് തുല്യമാണെന്ന് പുരാണങ്ങൾ പറയുന്നു. ശ്രീ പരമേശ്വരൻ സദാ രാമനാമം ജപിക്കുകയും ചെയ്യുന്നതുകൊണ്ട് ശ്രീരാമനാമപുണ്യത്തിൻ്റെ മാഹാത്മ്യം നമുക്ക് വെളിവാക്കി തരുന്നു. സന്ധ്യാദീപത്തിൽ അടുത്തതായി ലളിതാമൃതം. ഓം അമൃതേശ്വര്यै നമഃ. ശ്രീ ലളിതാ സഹസ്രനാമത്തിൽ 984 നാമമാണ് ത്രിഗുണ എന്നുള്ളത്. ദേവി ത്രിഗുണാത്മകയാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ പ്രപഞ്ചമേ ത്രിഗുണം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അതിൽ സാത്വികമാണ് ഏറ്റവും ശ്രേഷ്ഠം. രജസ്തമോ ഗുണങ്ങൾ മനസ്സിൻ്റെ ദോഷങ്ങളാണ്, അവയെ വർജിക്കണം എന്നൊക്കെ പറഞ്ഞു. ഭഗവാൻ ശ്രീകൃഷ്ണൻ ത്രിഗുണങ്ങളെ ഭഗവത്ഗീതയിൽ വിശദമായി വർണ്ണിക്കുന്നു. അതിൻ്റെ വിശദീകരണങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യജ്ഞങ്ങൾ 3 തരം: സാത്വികം, രാജസം, താമസം. സാത്വികമായ ദേവീദേവന്മാരെ സാത്വികർ ഉപാസിക്കുന്നു. രജോഗുണപ്രധാനികളായ രക്ഷസ്സുകളെ രജോഗുണവൃത്തികൾ ഉപാസിക്കുന്നു. താമസികമായ പിശാചങ്ങൾ, പ്രേതങ്ങൾ ഇവയെ തമോഗുണവൃത്തികൾ ഉപാസിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ ആഹാരത്തിൻ്റെ കാര്യം പറയുന്നു. ആഹാരവും 3 തരമാണ് അർജുന. യജ്ഞം, തപസ്, ദാനം ഇവയെല്ലാം 3 തരങ്ങളാണ്. അതെല്ലാം ഞാൻ വിശദീകരിക്കാം. എങ്ങനെയാണ് യജ്ഞങ്ങൾ, എങ്ങനെയാണ് തപസ്, എങ്ങനെയാണ് ദാനം, ആഹാരം എങ്ങനെയാണ്, ത്യാഗം എങ്ങനെയാണ്, ശ്രദ്ധ എങ്ങനെയാണ്. ഇതൊക്കെ സത്വരജസ്തമോ ഗുണങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. അതിനെയൊക്കെ ഭഗവാൻ വർണ്ണിക്കുന്നു. ആഹാരത്തിനെ പറ്റിയിട്ട് ഭഗവാൻ ഇങ്ങനെ പറയുന്നു. ആഹാരത്തിനും 3 തരമുണ്ട്: സാത്വികം, രാജസം, താമസം. അതിൽ സത്വഗുണപ്രധാനമായ ആഹാരങ്ങളാണ് അഭികാംക്ഷിക്കേണ്ടത്. അതിലേക്കാണ് അതിനെയാണ് സ്വീകരിക്കേണ്ടത്. എല്ലാവർക്കും ഇത് പറ്റിക്കൊള്ളുന്നില്ല. ഇതിനെപ്പറ്റി ഒരുപാട് ചർച്ചകളുണ്ട്. വെജിറ്റേറിയനിസം, നോൺ വെജിറ്റേറിയനിസം, ഇതിനെപ്പറ്റിയിട്ടൊക്കെ അധികമായ ചർച്ചകളുണ്ട്. ഭഗവാൻ അതിൻ്റെ ആത്യന്തികമായ തത്വം പറയുന്നു.
ഇന്നത് വേണം ഇന്നത് വേണ്ട എന്ന് അർജുനനോട് പറയുന്നില്ല, നിർബന്ധിക്കുന്നുമില്ല. യഥേച്ഛസി തഥാകുരു, ഇഷ്ടം പോലെ ചെയ്തുകൊള്ളൂ എന്നാണ് അവസാനം പറയാൻ പോകുന്നത്. പക്ഷേ ഇങ്ങനെയാണ് സ്വഭാവം, അയം സ്വഭാവ, ഇത് ലോകസ്വഭാവം ഇങ്ങനെയാണ് എന്ന് ധരിപ്പിക്കുന്നു. ആയുസ്സത്വബലാരോഗ്യ സുഖപ്രീതി വിവർധനാ രസ്യാ സ്നിഗ്ധാ സ്ഥിരാ ഹൃദ്യാ ആഹാര സാത്വികപ്രിയാ എന്ന് നമ്മുടെ ആയുസ്സിനെ വർദ്ധിപ്പിക്കുന്നതും മനസ്സിൻ്റെ നല്ല ഗുണങ്ങളെ വർദ്ധിപ്പിക്കുന്നതും ബലത്തെയും ആരോഗ്യത്തെയും വർദ്ധിപ്പിക്കുന്നതും സുഖത്തെ ഉണ്ടാക്കുന്നത്. സുഖം എന്ന് വെച്ചാൽ അപ്പോഴത്തെ സുഖമല്ല, അനുബന്ധ സുഖം, നീണ്ടു നിൽക്കുന്ന സുഖം, കുറേ കാലത്തേക്ക് ഉണ്ടാകുന്ന ആരോഗ്യം, അതിലൂടെ ഉണ്ടാകുന്ന സുഖം, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതും സ്ഥിരമായിട്ടുള്ളതും ഹൃദ്യമായിട്ടുള്ളതും സ്വാദിഷ്ടമായിട്ടുള്ളതും എണ്ണമെഴുക്കുള്ളതും നെയ്യ് മുതലായ സാധനങ്ങൾക്ക് ചേർത്തിട്ടുള്ളതും ഇതൊക്കെ സാത്വികന്മാർക്ക് ഇഷ്ടപ്പെടും എന്നാണ്. ഈ ഭക്ഷണം കഴിക്കുന്നത് കൊണ്ട് മാത്രം സാത്വികത ഉണ്ടാകുമെന്ന് ഭഗവാൻ പറയുന്നില്ല. സത്വഗുണം ആരിലാണോ പ്രബലമായിട്ടുള്ളത് അവർ ഈ ഭക്ഷണത്തെ ഇഷ്ടപ്പെടുന്നു എന്നാണ് പറയുന്നത്. അവർക്ക് മറ്റുള്ള ഭക്ഷണം കഴിക്കാൻ സാധിക്കില്ല. വെജിറ്റേറിയനിസമാണോ വലുത്, നോൺ വെജിറ്റേറിയനിസമാണോ വലുത് എന്നൊക്കെ ഒരുപാട് ചർച്ചകളുണ്ട്. നോൺ വെജിറ്റേറിയനായിട്ട് ഒരാൾ പോലും ഇല്ല എന്നാണ്, അല്ല വെജിറ്റേറിയനായിട്ട് ഒറ്റ ആൾ പോലും ഉണ്ടാവില്ല എന്നാണ് ചിലരുടെ വാദം. നമ്മൾ പച്ചക്കറി കഴിക്കുന്നു, അത് ചെടിയെ ബുദ്ധിമുട്ടിക്കുന്നതാണ്, ചെടിയിൽ നിന്ന് പറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ചില ചെടികൾ അതോടുകൂടി നശിക്കുന്നു, കാബേജ് പോലത്തെ സാധനങ്ങൾ, ക്യാരറ്റ് പോലത്തെ ചെടികൾ. അപ്പോൾ അത് ഹിംസയല്ലേ? പാല് പിഴിഞ്ഞെടുക്കുന്നു പശുവിൽ നിന്ന്, അത് പശുവിനെ ഉപദ്രവിക്കലാണ്. പശുവിൻ്റെ ഒരു അംശമാണ് നമ്മൾ സ്വീകരിക്കുന്നത്, അത് കുടിക്കാൻ, അത് അതിൻ്റെ കുട്ടിക്ക് കൊടുക്കാനുള്ളതാണ്. അതെങ്ങനെ നമുക്ക് കുടിക്കാം? അതുപോലെ പ്രകൃതി ചികിത്സക്കാർക്ക് പാല് അത്ര ഹൃദ്യമല്ല, അവരത് കഴിക്കാൻ പാടില്ല എന്നാണ് അവർ പറയുന്നത്. അതുപോലെ വെജിറ്റേറിയനിസത്തിൽ തന്നെ പല രീതി ഉണ്ട്. അതുപോലെ മുരിങ്ങ പറിച്ചെടുക്കുന്നു, അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമല്ലേ പറിച്ചെടുക്കുന്നത്, അതെങ്ങനെയാണ് ഹിംസയല്ല എന്ന് പറയാൻ പറ്റുമോ? ചെടികൾക്ക് സ്പർശനം ഉണ്ട്, അതിന് ജീവനുണ്ട്, അതിന് വേദനയുണ്ട് എന്നൊക്കെ ജഗദീഷ് ചന്ദ്രബോസ് മുതലായവരൊക്കെ എക്സ്പെരിമെൻ്റലായിട്ട് തന്നെ പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഈ ചെടികളെ എപ്പോഴും പറിച്ച് ടെസ്റ്റ് ചെയ്യുന്ന സയൻറ്റിസ്റ്റുകളൊക്കെ പോകുമ്പോൾ അതിന് മനുഷ്യൻ കൊല്ലാൻ വരുമ്പോൾ നമ്മൾ എങ്ങനെ പേടിച്ച് വിറയ്ക്കുന്നു അതുപോലെ ചെടികൾ വിറയ്ക്കുന്നു എന്ന് അവർ അതിനെ തെളിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അഹിംസയാണ് കാരണം വെജിറ്റേറിയനിസത്തിനെന്ന് പറയുന്നവരുടെ വാദം എല്ലാവരും സ്വീകരിക്കുന്നില്ല. അത് ശരിയാണ് എന്ന്. നമ്മുടെ ഉള്ളിൽ എത്രയോ ബാക്ടീരിയാസ് ഉണ്ട്, അത് നശിക്കുന്നു, വളരുന്നു, അതൊന്നും ജീവികളല്ല എന്ന് പറഞ്ഞ് വാദിക്കാൻ സാധിക്കില്ല. ചെറിയ ജീവിയെ കൊല്ലാം, വലിയ ജീവിയെ കൊല്ലാൻ പാടില്ല എന്ന് പറയാൻ പാടില്ല. അതുപോലെ നമ്മൾ ചെടികളിൽ നിന്നും പച്ചക്കറികൾ പറിക്കുമ്പോൾ അത് വേദനിച്ച് ചാവുന്നില്ല, പിടയ്ക്കുന്നൊന്നുമില്ല എന്ന് വെജിറ്റേറിയൻസിൻ്റെ ഒരു വാദം. അതുപോലെ അതിന് വീണ്ടും നട്ടാൽ അത് വളരുന്നു, അതുകൊണ്ട് ജീവഹത്യ ചെയ്യുന്നില്ല എന്നൊക്കെയുള്ള വാദങ്ങളാണ്. ഇതിന് രണ്ട് തരത്തിലുമുള്ള വാദങ്ങളുണ്ട്. അതിന് ഭഗവാൻ ഒരു രീതിയിലുള്ള സമാധാനമാണ് ഇവിടെ പറയുന്നത്. ഇത് ജീവനെ പീഡിപ്പിക്കുന്നില്ല എന്നുള്ളതോ അല്ല വാദം. അത് സാത്വികമാണോ രാജസമാണോ താമസമാണോ എന്നുള്ളതാണ് വാദം എന്നുള്ള രീതിയിലാണ് ഇവിടുത്തെ വിശദീകരണങ്ങൾ. സാത്വികമായ ആഹാരം കഴിക്കണം എന്നുള്ളതാണ് ഭഗവാന്റെ പക്ഷം. അത് ആയുസ്സത്വബലാരോഗ്യ സുഖപ്രീതി വിവർധനാ രസ്യാ സ്നിഗ്ധാ സ്ഥിരാഹൃദ്യാ ആഹാര സാത്വികപ്രിയാ എന്നുള്ള ശ്ലോകത്തിലൂടെ വിശദീകരിക്കുന്നു. അത് ഇനി വരുന്ന ദിവസങ്ങളിൽ കേൾക്കാം. കാശിയിൽ വച്ച ഭൗതികദേഹം വെടിയുക എന്നത് ഏറ്റവും പുണ്യകരമായ കർമ്മങ്ങളിൽ ഒന്നായി ഭാരതീയർ കാണുന്നു.
കാശി വിശ്വനാഥനായ ഭഗവാൻ ശ്രീ പരമേശ്വരൻ മരണാസന്നരുടെ ചെവിയിൽ രാമമന്ത്രം മോക്ഷാർത്ഥം ജപിക്കുന്നു എന്നതാണ് വിശ്വാസം. സന്ധ്യാദീപത്തിൽ അടുത്തതായി ശ്രീമദ് ഭാഗവതം. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് ഭാഗവതത്തിൽ ചതുർത്ഥ സ്കന്ധത്തിൽ 6-ാമത്തെ അധ്യായമാണ് നമ്മളിപ്പം കേട്ടുവരുന്നത്. 6-ാമത്തെ അധ്യായത്തിൽ 49 ശ്ലോകം നമ്മൾ ചിന്തിച്ചു. ഇനി 50-ാമത്തെ ശ്ലോകത്തിലേക്ക് പ്രവേശിക്കാം. ആദ്യം ആ ശ്ലോകത്തെ ഒന്ന് പരിചയപ്പെടാം. കുർവധ്വരസ്യോദ്ധരണം ഹതസ്യ ഭോഃ ത്വയാ സമാപ്തസ്യ മനോപ്രജാപതേഃ ന യത്ര ഭാഗം തവ ഭാഗിനോ ദദുഃ കുയജ്ജിനോ യേന മഖോ നിനീയതേ. ബ്രഹ്മാവ് മഹാദേവനെ സ്തുതിക്കുകയാണ്. ദക്ഷനെയും ദക്ഷനോട് ചേർന്ന് നിന്ന് ശിവനിന്ദ ചെയ്തവരായ മഹർഷിമാരെയും മറ്റ് ദേവഗണങ്ങളെയൊക്കെ അവരാ ചെയ്ത തെറ്റിൻ്റെ ഫലം അനുഭവിച്ചു, ദുഃഖം അനുഭവിച്ചു. ഇനി അവരോട് അങ്ങ് ക്ഷമിക്കണം, അങ്ങയുടെ കാരുണ്യം അവരിൽ പതിയണം, അങ്ങയ്ക്ക് അവരോട് അനുകമ്പയുണ്ടാവണം എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പം കഴിഞ്ഞ ശ്ലോകത്തിൽ അത് വ്യക്തമായി പ്രകടമായി പറഞ്ഞു, അങ്ങ് അവരെ അനുഗ്രഹിക്കണം എന്ന്. അപ്പം അത് ഒന്നും കൂടി പറഞ്ഞു ഉറപ്പിച്ചിട്ട് ആ സ്തുതി സമർപ്പിക്കുകയാണ് ഈ ശ്ലോകത്തിൽ. കുർവധ്വരസ്യോദ്ധരണം ഹതസ്യ ഭോ ത്വയാ സമാപ്തസ്യ മനോ പ്രജാപതേ. ഹേ മനോ, അലയോ മനു, മനുക്കന്മാരിൽ ആദ്യനാണ് ഭഗവാൻ എന്നുള്ളത് മുന്നേ നമ്മളിവിടെ പറഞ്ഞു. മനനശീലന്മാരിൽ മുനിമാരിൽ ആദ്യം എന്നുള്ള അർത്ഥത്തിൽ എടുത്താൽ മതി. മറ്റേ നമ്മുടെ മന്വന്തരങ്ങളിലെ മനുക്കന്മാരെ ഇവിടെ എടുക്കേണ്ടതില്ല. അപ്പം ഹേ മനോ, നീ ഭഗവാന്റെ ഏകാദശ രുദ്രന്മാർ പേര് പറയുന്ന സമയത്ത് അതിലൊരു രുദ്രനാണ് മനു. മനു, മന്യു, മഹിനസൻ ഒക്കെ നീ മുന്നേ പറഞ്ഞിട്ടുണ്ട്. തൃതീയ സ്കന്ധത്തിൽ 12-ാമത്തെ അധ്യായത്തിൽ അവിടെ ഈ ഏകാദശ രുദ്രന്മാരുടെ പേര് പറയുന്ന സമയത്ത് മനു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഭഗവാന്റെ പര്യായം തന്നെയാണ് മനു. ഹേ മനോ, അലയോ മനോ, യേന മഖഃ നിനീയതേ. ആരാലാണോ യാഗം നയിക്കപ്പെടുന്നത്, ഭാഗിനഃ യജ്ഞഭാഗത്തിന് അർഹനായ തവ ആ അങ്ങയ്ക്ക്, കുയജ്വിനഃ കുബുദ്ധികളായ യാജ്ഞികർ, എത്ര ഭാഗം നദദുഃ ഏതൊരു യജ്ഞത്തിൽ ഭാഗം നൽകിയില്ലയോ, അതിനാൽ ത്വയാ ഹതസ്യ അങ്ങയ്ക്ക് ഭാഗം നൽകാത്തതിനാൽ അങ്ങയാൽ ഹനിക്കപ്പെട്ടതും നശിപ്പിക്കപ്പെട്ടതും അസമാപ്തസ്യ മുഴുമിച്ചിട്ടില്ലാത്തതുമായ പ്രജാപതേഹേ അധ്വരസ്യ മുഴുമിച്ചിട്ടില്ലാത്തതുമായ ദക്ഷന്റെ അധ്വരസ്യ യജ്ഞത്തിന്റെ ഉദ്ധരണം കുരു, ഉദ്ധരണത്തെ ചെയ്താലും. പലയോ ഭഗവാനെ, അങ്ങയാൽ ഹനിക്കപ്പെട്ടതും സമാപിച്ചിട്ടില്ലാത്തതുമായ ദക്ഷന്റെ യജ്ഞത്തെ ഉദ്ധരിച്ചാലും എന്നാണ്. അപ്പൊ ഈ ദക്ഷന്റെ യജ്ഞം സമാപിച്ചിട്ടില്ല. ഈ കുൽസിത ബുദ്ധികളോട് കൂടിയവരായ ഈ ദക്ഷന്റെ ആൾക്കാരും അങ്ങയ്ക്ക് യാഗഭാഗം സമർപ്പിച്ചിട്ടില്ല എന്നുള്ളത് ശരിയാണ്. എന്നിരുന്നാലും അവർക്കിപ്പോൾ തെറ്റൊക്കെ ബോധ്യമായി, യാഗം മുഴുമിച്ചിട്ടുമില്ല, പരിഹാരം ചെയ്യാൻ ഇനി അവസരമുണ്ട്. അതുകൊണ്ട് അങ്ങ് അവരോട് കരുണ കാണിക്കണം, കരുണ ചൊരിയണം, അവരെ അനുഗ്രഹിക്കണം എന്ന് പറയുകയാണ്. അവരിപ്പോൾ അത്യന്തം ദുഃഖിക്കുന്നുണ്ട്, ചെയ്ത തെറ്റോർത്ത് പരിതപിക്കുന്നുണ്ട്. അത് തന്നെയല്ലേ ഈ പ്രായശ്ചിത്തം എന്ന് പറയുന്നത്. അപ്പം തെറ്റ് ചെയ്താൽ പ്രായശ്ചിത്തം ചെയ്യണം എന്ന് നമ്മളൊക്കെ കേട്ടിട്ടുണ്ട് ഇല്ലേ? ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ പ്രായശ്ചിത്തം ചെയ്യണം. എന്താ പ്രായശ്ചിത്തം? പ്രായശ്ചിത്തം എന്നുള്ളത് ചില കർമ്മങ്ങളിൽ തീരുന്നില്ല, അങ്ങനൊരു തെറ്റിദ്ധാരണ വേണ്ട. ഇപ്പോൾ ഈ ദൈവിക കർമ്മങ്ങൾ പ്രായശ്ചിത്തങ്ങളായിട്ട് ചെയ്യാറുണ്ട്. കുടുംബത്തിൽ അല്ലെങ്കിൽ തൻ്റെ ജീവിതത്തിൽ ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ വന്ന് കാണുമ്പോൾ അത് എന്താണെന്നറിയാൻ, അതിന് കാരണം എന്താണെന്നറിയാൻ ജ്യോത്സ്യരെടുത്ത് പോകുന്നു, പ്രശ്നം വെക്കുന്നു, എന്നിട്ട് അതിന് ഇന്ന ദുരിതങ്ങൾ ചെയ്തതാണ് കാരണം എന്നൊക്കെ ജ്യോത്സ്യർ പറഞ്ഞ് കേട്ടതനുസരിച്ച് വന്ന് അതിന് പരിഹാരങ്ങളായി ചില കർമ്മങ്ങൾ, പ്രായശ്ചിത്തങ്ങളായിട്ട് ചില കർമ്മങ്ങൾ ചെയ്യും. ആ കർമ്മങ്ങൾ ഒരു ബാധ്യത പോലെ, ഒരു ചടങ്ങ് പോലെ അനുഷ്ഠിക്കുക, ഒരു കാര്യമില്ല. എന്താകുന്നു യഥാർത്ഥ പ്രായശ്ചിത്തം? മുന്നേ നമ്മൾ ഈ വേദിയിൽ തന്നെ പറഞ്ഞിട്ടുള്ളതാണിത്. ചിത്തത്തെ തപിപ്പിക്കലാണ് പ്രായശ്ചിത്തം എന്ന് വെച്ചാൽ. തെറ്റ് ചെയ്താൽ ആ അത് തെറ്റാണെന്ന് തിരിച്ചറിഞ്ഞ് ഇനി ആ തെറ്റ് ചെയ്യില്ല എന്ന് ഉറപ്പിക്കുക. ആ ചെയ്തു പോയ തെറ്റിൽ മനസ്സുരുകി പരിതപിക്കുക, മനസ്സിനെ തപിപ്പിക്കുക,
അത് തെറ്റാണ്. ഇനി ആ തെറ്റിൽ അത്യന്തം ദുഃഖിക്കുക, അങ്ങനെ മനസ്സുരുകി പരിതപിക്കുക, അതാണ് പ്രായശ്ചിത്തം. അപ്പോൾ മനസ്സവിടെ ശുദ്ധമാവും മനസ്സുരുകി പരിതപിക്കുമ്പോൾ. മാത്രമല്ല ആ ഒരു കർമ്മം ഈ മനസ്സുരുകി പരിതപിക്കുന്നതിനെ കൊണ്ട് ആ തീവ്രമായിട്ട് തെറ്റാണെന്ന് ധരിച്ച് അതിൽ ദുഃഖിക്കുക, കാരണം ഇനി അത് ചെയ്യില്ല. ഇതാ പ്രായശ്ചിത്തം. അപ്പോൾ ഇവിടെ ഈ ദക്ഷൻ്റെ സിൽബന്ധികളായ ആയിരുന്ന മഹർഷിമാരും ദേവന്മാരും ഒക്കെ മനസ്സുരുകി പരിതപിച്ചിട്ടുണ്ട്. അവർക്ക് അതിൻ്റെ ദുഃഖം അനുഭവിക്കേണ്ടി വന്നു, അതിൻ്റെ ഫലം അനുഭവിക്കേണ്ടി വന്നു, വേദന അനുഭവിക്കേണ്ടി വന്നു. ചെയ്ത തെറ്റിൻ്റെ ഗൗരവം മനസ്സിലായി അതിൽ മനസ്സുരുകി പരിതപിച്ചുകൊണ്ടാണ് അല്ലയോ ഭഗവാനെ അവർ അങ്ങയുടെ മുന്നിൽ നിൽക്കുന്നത്. ആ മനസ്സുരുകിയുള്ള പരിതാപത്തെ പ്രായശ്ചിത്തമായി കണ്ടിട്ട് അങ്ങ് അവരെ അനുഗ്രഹിച്ചാലും. ഇത് നമ്മൾ മനസ്സിലാക്കുക. ജീവിതത്തിൽ തെറ്റുകൾ സംഭവിക്കാത്തവരില്ല. ഇത് ചെയ്തു പോയ തെറ്റുകൾക്ക് ന്യായീകരണമായിട്ട് ഇനി ചെയ്യാൻ പോകുന്ന തെറ്റുകൾക്ക് ന്യായീകരണമായിട്ട് പറയല്ല. ചെയ്തുപോയ തെറ്റുകൾ ഓർത്ത് ദുഃഖിച്ചിരിക്കുന്ന ആൾക്കാർക്ക് ഒരു ആശ്വാസമായിട്ട് നമ്മുടെ ഋഷീശ്വരന്മാർ പറയുകയാണ്, ജീവിതത്തിൽ തെറ്റുകൾ സംഭവിക്കാത്തവരില്ല. നമ്മളെന്താ വേണ്ടത്? വിവേകിയായ മനുഷ്യൻ ആ തെറ്റിനെ തിരിച്ചറിയുകയും ആ തെറ്റിൽ മനസ്സുരുകി പരിതപിക്കുകയും ഇനി ആ തെറ്റ് ചെയ്യില്ല എന്ന് ആവർത്തിച്ചുള്ളിൽ ഉറപ്പിക്കുകയും ശരിയെ ആശ്രയിച്ചുകൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തുകയാണ് വേണ്ടത്. ഇന്നലെ ചെയ്തു പോയ തെറ്റുകളെക്കുറിച്ച് ആലോചിച്ച് സങ്കടപ്പെട്ട് ഞാൻ ഇങ്ങനെയായി പോയല്ലോ എന്ന് ശക്തമായ അപകർഷതാബോധത്തോടുകൂടി ഈ വിഷാദ രോഗിയൊക്കെയായി നശിക്കുകയല്ല വേണ്ടത് എന്നർത്ഥം. ശരിയാണ്, ഇന്നലെ എനിക്ക് തെറ്റുകൾ സംഭവിച്ചു, ഇന്നലെ വരെ പല തെറ്റുകളും ഞാൻ ചെയ്തു, ഇനി ഞാൻ ചെയ്യില്ല. വീണയിടത്ത് കിടന്ന് കരയല്ല വേണ്ടത്, മറിച്ച് വീണയിടത്ത് നിന്ന് എണീക്കുക. ആ എണീക്കുന്നതിലാണ് ഒരാളുടെ മിടുക്ക്. അപ്പോൾ തെറ്റ് പറ്റിയാൽ തെറ്റിനെ തിരിച്ചറിഞ്ഞ് അവിടെ നിന്ന് എണീക്കുക വേണ്ടത്, മനസ്സുരുകി പരിതപിക്കുക വേണ്ടത്. അതാണ് പ്രായശ്ചിത്തം. അതും കൂടി ഭാഗവതം ഈ സന്ദർഭത്തിൽ നമുക്ക് കാണിച്ചു തരുന്നു. അപ്പോൾ ഇവർ മനസ്സുരുകി പരിതപിക്കുന്നുണ്ട്, അങ്ങ് അവരോട് ക്ഷമിച്ചാലും. 50-ാമത്തെ ശ്ലോകത്തിൽ ഇതാണ് പറഞ്ഞത്. ഈ ശ്ലോകത്തോട് കൂടിയിട്ട് ബ്രഹ്മാവിൻ്റെ സ്തുതി അവിടെ തീരുകയാണ്. ഇനി ബ്രഹ്മാവ് എങ്ങനെയൊക്കെയാണ് ഇവരോട് പ്രസാദിക്കേണ്ടത് എന്ന് പറയുകയാണ്. ആ സ്തുതി എന്നുള്ള സമ്പ്രദായം കഴിഞ്ഞു. ഇനി അവരെ എങ്ങനെയൊക്കെയാണ് അനുഗ്രഹിക്കേണ്ടത് എന്ന് പറഞ്ഞു വരികയാണ്. അത് നമുക്ക് നാളെ മുതൽക്കുള്ള എപ്പിസോഡുകളിൽ കേൾക്കാം. സന്ധ്യാദീപത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: പ്രൊഡ്യൂസർ സന്ധ്യാദീപം, അമൃത TV, ഗാന്ധിനഗർ, വഴുതക്കാട്, തിരുവനന്തപുരം 14. ഇമെയിൽ അഡ്രസ് sandhyadeepam@amritatv.com. സന്ധ്യാദീപത്തിൻ്റെ ഇന്നത്തെ സർഗം ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.